ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ചെടിയുടെ ചുവട്ടിൽ കിടക്കുന്ന വട്ടയിലയും വെട്ടിയിലയും ചീഞ്ഞ് ചീഞ്ഞ് ചെടിക്ക് വളമായിത്തീരുന്നു. അപ്പോൾ ചെടിയിൽ നല്ല പുഷ്പങ്ങൾ ഉണ്ടാകുന്നു. പൂക്കൾ കണ്ട് എല്ലാവരും സന്തോഷിക്കുന്നു. എന്നാൽ വളമായി മാറിയ വട്ടയിലയുടെയും വെട്ടിയിലയുടെയും കാര്യങ്ങൾ ആരാലോചിക്കുന്നു? നമുക്കെന്നും വളമായി കിടന്നാൽ മതി. സ്നേഹിക്കുന്നവർക്ക് മാത്രമേ കുരിശുകളും സങ്കടങ്ങളും അവിടുന്ന് നൽകുകയുള്ളൂ. എല്ലാവരോടും എനിക്ക് സ്നേഹമാണ്. ആരെയും വെറുക്കാൻ എനിക്ക് ഒരിക്കലും സാധിക്കുകയില്ല. ഈശോ എന്ന തിരുനാമം ഉച്ചരിക്കുന്നത് എൻ്റെ നാവിന് മധുരമാണ്. എൻ്റെ കർത്താവിനെ പൂർണ്ണമായി സ്നേഹിക്കണമെന്ന ഒറ്റ ആഗ്രഹമേ എനിക്കുള്ളൂ. സ്നേഹത്തെ പ്രതി ദുരിതങ്ങൾ സഹിക്കുക, അതിൽ സന്തോഷിക്കുകയും ചെയ്യുക. ഇത് മാത്രമേ ഇഹത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. മനസ്സറിവോടെ ഒരു നിസ്സാര പാപം പോലും ചെയ്ത് ദൈവത്തെ വേദനിപ്പിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് എനിക്കിഷ്ടം. കൊടുക്കുന്നതിലാണ് സന്തോഷം, ലഭിക്കുന്നതിനല്ല. മാമോദീസായിൽ കിട്ടിയ വരപ്രസാദം ഇതുവരെ നഷ്ടപ്പെടുത്താതിരിക്കാനുള്ള അനുഗ്രഹം ദൈവം എനിക്ക് തന്നു. പുഞ്ചിരി ഒരു തിരിവട്ടമാണ്. സങ്കടപ്പെടുന്നവരുടെ മുഖത്തേക്ക് നോക്കി കരുണയോടെ ഞാൻ പുഞ്ചിരിക്കും. എന്നെ മുഴുവനും കർത്താവിന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അവിടുന്ന് ഇഷ്ടം പോലെ ചെയ്തു കൊള്ളട്ടെ. എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിലൂടെ എനിക്ക് എന്ത് ലഭിച്ചാലും അവ എന്നെ സന്തോഷിപ്പിക്കുന്നവയാണ്. ആത്മശോധന ചെയ്തു നോക്കിയിട്ട് മനസ്സറിവോടെ ഒരു തെറ്റും ചെയ്തതായിട്ട് ഓർക്കുന്നില്ല. കുരിശുകളുടെ അഗ്നിയിൽ കത്തി ദഹിക്കാൻ ഞാൻ എന്നെ കർത്താവിൻ്റെ കയ്യിൽ വിട്ടുകൊടുത്തിരിക്കുകയാണ്. ഒരു പൂർണ്ണ കന്യാസ്ത്രീയാവാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു. അതും പോരെങ്കിൽ കർത്താവിനോട് കൂടെ പീഡകൾ സഹിക്കാനുള്ള പ്രത്യേക വരവും ദൈവം എനിക്ക് തന്നു. ഇതിൽ പരം ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല. പറഞ്ഞറിയിക്കാൻ വയ്യാത്ത മാധുര്യമുള്ള എൻ്റെ ഈശോയെ, ലോകസന്തോഷങ്ങളെല്ലാം എനിക്ക് കയ്പായി പകർത്തണമേ എന്നാണ് ഇന്ന് നിരന്തരമായ പ്രാർത്ഥന. ദൈവത്തിന് മഹത്വം.